നല്ല മഴയുള്ള ഒരു ദിവസം രാത്രി ഒരു വീട്ടിലെ തട്ടിൻപുറത്തിരിക്കുകയായിരുന്ന കാൻഡിൽ ഉണരുന്നു. എന്നിട്ട് തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വന്ന് ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അവൻ അവരോടൊപ്പം കളിക്കാൻ തുടങ്ങുന്നു. കൂട്ടത്തിൽ ജീവനുള്ളത് അവന് മാത്രമാണ്, ബാക്കിയെല്ലാം വെറും പാവകളാണ്. അപ്പോൾ കൂട്ടത്തിലെ ചെമ്മരിയാട് അവന്റെ ദേഹത്തേക്ക് വീണതും അവൻ തറയിൽ വീണ് തിരിയണയുന്നു. ദേഷ്യം വന്നവൻ ഉടനെ ഓടി വന്ന് ചെമ്മരിയാടിനെ തള്ളിയിടുന്നു. അപ്പോൾ പറ്റിയൊരു ആക്സിഡന്റിൽ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം തട്ടിമറിഞ്ഞു വീണ് അവന്റെ ഫേവറേറ്റ് ടോയ് ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ആ ശബ്ദം കേട്ട് വീടിന്റെ ഉടമയും പൂച്ചയും തട്ടിൻപുറത്തേക്ക് കയറി വരുന്നു. അവർ നടക്കുന്ന ശബ്ദം കേട്ട് കാൻഡിൽ വേഗത്തിൽ ചാടാൻ തുടങ്ങുന്നു. പക്ഷേ ടോയുടെ അടുത്തെത്തുന്നതിനുള്ളിൽ തന്നെ അയാൾ തട്ടിൻപുറത്തെത്തുന്നു. ഉടനെ ആ കാൻഡിൽ തിരിയണയ്ക്കുന്നു. മുകളിലേക്ക് വന്ന ഇയാൾ ആ ടോയെ കാലുകൊണ്ട് തട്ടിയെറിയുന്നു. പൂച്ച അതിന്റെ നേരെ ചാടുന്നു. അപ്പോൾ അയാൾ കാൻഡിൽ എടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഇരിക്കുകയായിരുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് കണ്ട് അതിൽ തൊട്ടു നോക്കുന്നു. എന്നിട്ട് ഒരു ഗിറ്റാർ എടുത്ത് പ്ലേ ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് അയാളുടെ വാച്ചിൽ ഒരു അലാറം അടിക്കുന്നു. ഉടനെ അയാൾ നിരാശനായി ഗിറ്റാർ അവിടെ വെച്ചിട്ട് പോകുന്നു. അയാൾ പോയി കഴിഞ്ഞതും കാൻഡിൽ വീണ്ടും കത്തുന്നു. നോക്കുമ്പോൾ അതിന്റെ ഫേവറേറ്റ് ടോയ് ആ പൂച്ച എടുത്തുകൊണ്ട് പോകുന്നു. കാൻഡിൽ അതിന്റെ പുറകെ ഓടാൻ ശ്രമിക്കുന്നു. മുകളിൽ നിന്ന് ചാടാൻ ഒരു നിമിഷം ചിന്തിക്കുന്നു. അപ്പോഴേക്കും പൂച്ച തട്ടിൻപുറത്ത് നിന്നിറങ്ങുന്നു. അടുത്ത നിമിഷം ഇവൻ മറ്റൊന്നും ചിന്തിക്കാതെ താഴേക്ക് ചാടുന്നു. അപ്പോൾ അവന്റെ മഞ്ചിര അത് പൊട്ടിപ്പോകുന്നു. പക്ഷെ അവനത് കാര്യമാക്കാതെ പൂച്ചയുടെ പുറകെ ഓടുന്നു. അപ്പോൾ പടിക്കെട്ടുകൾ കണ്ട് ഒരു നിമിഷം നിൽക്കുമെങ്കിലും രണ്ടും കൽപ്പിച്ച് പടിയിറങ്ങാൻ തുടങ്ങുന്നു. പക്ഷെ സ്ലിപ്പായവൻ പടിയിലൂടെ ഉരുണ്ട് ഏറ്റവും താഴെ ചെന്നെത്തുന്നു. അവൻ അവിടെ ഒളിച്ചിരുന്ന് വീട്ടിലുള്ളവരെ നിരീക്ഷിക്കാൻ തുടങ്ങുന്നു. നോക്കുമ്പോൾ അവിടെ ഒട്ടും സമയമില്ലാത്ത മനുഷ്യരാണുള്ളത്. അച്ഛൻ എപ്പോഴും വർക്കിലാണ്, അമ്മ എപ്പോഴും സീരിയൽ കാണുന്നു. മകൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാൻ പോലും അമ്മയ്ക്ക് ടൈമില്ല. അവൻ ഉടനെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നു. അയാൾ ബുക്ക് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നു. ഉടനെ ബുക്ക് അവന് തിരികെ കൊടുത്ത് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആ കുട്ടി നിരാശനായി പോകുന്നു. എന്നിട്ട് ദേഷ്യത്തിൽ ഗെയിം കളിക്കാൻ തുടങ്ങുന്നു. അമ്മ സീരിയൽ കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. പെട്ടെന്ന് ടാബിൽ ചാർജ് തീരുന്നു. അമ്മ ചാർജർ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അടുപ്പിൽ വെച്ചിരുന്ന ഫുഡ് തിളച്ചു പോകുന്നു. അമ്മ അത് ക്ലീൻ ചെയ്യുമ്പോഴേക്കും പൂച്ച അവിടേക്ക് വരുന്നു. അത് കണ്ട കാൻഡിൽ മുകളിലേക്ക് കയറി പോകാൻ തുടങ്ങുന്നു. ഒരു റൂമിൽ വന്ന് നോക്കുമ്പോൾ അതിന്റെ ഫേവറേറ്റ് ടോയ് അവിടെ കിടക്കുന്നു. അതും എടുത്ത് പോകാൻ തുടങ്ങിയതും ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. കാൻഡിൽ വന്ന് നോക്കിയതും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു. തിരി അണഞ്ഞതും കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങുന്നു. തിരി കത്തിയതും ചിരിക്കുന്നു. അത് കണ്ട കാൻഡിൽ തിരി അണച്ചും കത്തിച്ചും കുഞ്ഞിനെ കളിപ്പിക്കുന്നു. കുഞ്ഞുറങ്ങി കഴിഞ്ഞതും കാൻഡിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ നോക്കുമ്പോൾ ഉരുകി ഒലിച്ച് തറയിൽ ഒട്ടിയിരിക്കുകയാണ്. പെട്ടെന്ന് മിന്നലടിച്ച് പവർ കട്ടാവുന്നു. കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങിയതും പാരന്റ്സും ബ്രദറും മുകളിലേക്ക് വരുന്നു. പക്ഷെ അവിടെ ആ കാൻഡിൽ ഉണ്ടായിരുന്നില്ല. അത് തിരി അണച്ച് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുന്നു. എല്ലാവരും വന്നിട്ടും വെളിച്ചമില്ലാത്തത് കൊണ്ട് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. അത് സഹിക്കാനാവാതെ കാൻഡിൽ കട്ടിലിനടിയിൽ നിന്ന് പുറത്തു വരുന്നു. അച്ഛൻ ആ കാൻഡിൽ കത്തിച്ചു വെച്ചതും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നു. അങ്ങനെ അവരെല്ലാവരും വളരെയധികം സന്തോഷത്തിൽ കളിക്കാൻ തുടങ്ങുന്നു. അത്രയും നേരം അല്പം പോലും സമയമില്ലാതെ ഇരുന്നവർ പവർ കട്ടായതും വളരെയധികം സന്തോഷത്തോടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ മിററിലൂടെ അവരുമായി ഒന്നിച്ചിരിക്കുന്നത് കണ്ടവൻ വീണ്ടും ഹാപ്പി ആവുന്നു. അവൻ ഫാമിലിയോടൊപ്പം ആയിരിക്കുന്നതായി ഫീൽ ചെയ്യുന്നു. അവസാനം എല്ലാവരും സുഖമായി ഉറങ്ങുന്നു. അത് കണ്ട കാൻഡിൽ സന്തോഷത്തോടെ നോക്കിയിരിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ ഉരുകി തീർന്ന് തിരിയണയുന്നു.